മടിയിലിരുത്തി വിരലാൽ കുരിശു വരപ്പിച്ച സന്ധ്യകളും ഇളം മുട്ടിൽ കൈകൾ കൂപ്പി ഈശോയ്ക്കുമ്മ കൊടുത്തതും ഇന്നും എന്നോർമ്മയിൽ വീണ്ടും തെളിയുന്നു. തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു, തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു. അമ്മ മടിയിലിരുത്തി വിരലാൽ കുരിശു വരപ്പിച്ച സന്ധ്യകളും ഇളം മുട്ടിൽ കൈകൾ കൂപ്പി ഈശോയ്ക്കുമ്മ കൊടുത്തതും ഇന്നും എന്നോർമ്മയിൽ വീണ്ടും തെളിയുന്നു. തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു, തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു. തൂവെള്ള വസ്ത്രവും മുടിയും ചാർത്തി പുലരിതൻ പൂക്കളും കൈകളിലേന്തി. തൂവെള്ള വസ്ത്രവും മുടിയും ചാർത്തി പുലരിതൻ പൂക്കളും കൈകളിലേന്തി അൾത്താര മുന്നിൽ കൈകുപ്പി നിന്ന് ആദ്യ കുർബാന തന്നോർമ്മകളും പച്ചകടാതെ മനസ്സിൽ നിറയുമ്പോൾ തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു, തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു. ഈശോയിൽ സ്നേഹമുള്ളവരെ, വചനസന്ധിയിലേക്ക് എല്ലാവരെയും ഏറെ ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ പ്രാർത്ഥനയെക്കുറിച്ചുള്ള ചില അടിസ്ഥാനപരമായ ചിന്തകൾ ധ്യാനിക്കാം എന്ന് വിചാരിക്കുകയാണ്. ഏറെ പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ. തമ്പുരാന് മുമ്പിൽ മണിക്കൂറുകളോളം ദിവസങ്ങളോളം ഇരുന്ന് പ്രാർത്ഥിക്കുന്ന മക്കളുണ്ട്. പക്ഷെ പലപ്പോഴും പ്രാർത്ഥനയെക്കുറിച്ചൊക്കെ ഒത്തിരി സങ്കടങ്ങൾ പറഞ്ഞു കേൾക്കാറുണ്ടല്ലോ. പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല എന്ന് പറയുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. പ്രാർത്ഥനയെ ആവശ്യമില്ല എന്ന് പറയുന്നവരെ കണ്ടിട്ടുണ്ട്. വർഷങ്ങളോളം പ്രാർത്ഥിച്ചിട്ട് ഒരു ഫലവുമില്ല എന്ന് ഏറെ സങ്കടം പറയുന്നവരെ കണ്ടിട്ടുണ്ട്. പ്രാർത്ഥനയാണ് എൻ്റെ ജീവിതമെന്നും പ്രാർത്ഥിച്ച ദൈവം അനുഗ്രഹിച്ചതാണെന്നും വളരെ ബോധ്യത്തോടെ അനുഭവത്തോടെ പറയുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ പ്രാർത്ഥനയെക്കുറിച്ച് ആഴത്തിൽ പഠിക്കാനായിട്ട് ഇടവന്നു. അതുകൊണ്ട് പ്രാർത്ഥനയെക്കുറിച്ച് പരിശുദ്ധാത്മാവ് പഠിപ്പിച്ച ചില ചിന്തകൾ വചന അടിസ്ഥാനത്തിൽ പങ്കുവയ്ക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിനെ പ്രേരിപ്പിച്ചൊരു സംഭവം, കോതമംഗലം കത്തീഡ്രൽ പള്ളിയിൽ ഒരു ദിവസം ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ധ്യാനം നടക്കുന്ന പശ്ചാത്തലമാണ്. വൈകുന്നേരങ്ങളിലാണ് ധ്യാനം. പകൽ ഞാൻ പള്ളിയിൽ നിന്ന് പ്രാർത്ഥിക്കും. ഒരു ദിവസം പ്രാർത്ഥിക്കുന്ന സമയത്ത് നിരവധി പേര് ആ പള്ളിയിൽ പ്രാർത്ഥിക്കാൻ വരുന്നത് ഞാൻ കാണുന്നുണ്ട്. പക്ഷേ ഒരു പെൺകുട്ടി ചുരിദാർ വേഷമാണ് പ്രാർത്ഥിക്കാനായിട്ട് പള്ളിയിലേക്ക് വന്നു. എന്നിട്ട് തമ്പുരാന് മുമ്പിൽ വന്നിട്ട് വളരെ കോപത്തോടെയും അരിശത്തോടെയും കർത്താവിനോട് കൈ ചൂണ്ടി പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചു. എന്നിട്ട് എന്തൊക്കെയോ വളരെ ആഴത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ട്, കണ്ണ് നിറയുന്ന പോലെ അനുഭവപ്പെടുന്നുണ്ട്. അത് കഴിഞ്ഞ് വെട്ടിത്തിരിഞ്ഞ് പുറത്തേക്ക് പോകുമ്പോൾ അവൾ വളരെ സങ്കടപ്പെട്ടു പോവുകയാണ്. പ്രാർത്ഥന കൊണ്ട് ലഭിക്കേണ്ട ആശ്വാസത്തേക്കാൾ ഉപരിയായിട്ട് വന്നതിനേക്കാൾ അസ്വസ്ഥപ്പെട്ടാണ് പുറത്തേക്ക് പോകുന്നത് എനിക്ക് ബോധ്യമായപ്പോൾ ആ കുട്ടി പോകുന്ന വഴിക്ക് ഞാൻ നിന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാനോട് ധ്യാനിപ്പിക്കാൻ വന്നൊരു അച്ഛനാണ്, ഞാൻ പള്ളിയിൽ സഹോദരി പ്രാർത്ഥിക്കുന്നത് കണ്ടു. വളരെ സങ്കടപ്പെട്ടും അസ്വസ്ഥപ്പെട്ടുമാണ് പുറത്തേക്ക് പോകുന്നത് എന്നെനിക്ക് ബോധ്യമായി. അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു വിടാൻ പാടില്ല എന്നെൻ്റെ ഉള്ളു തോന്നിക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ വഴിതടഞ്ഞ് ഞാൻ നിൽക്കുന്നത്. എന്തു പറ്റി, എന്താണ് സങ്കടം എന്ന് ചോദിച്ചപ്പോൾ ഒരു നിമിഷം അമ്പരപ്പോടെ ആ സഹോദരി എൻ്റെ മുമ്പിൽ നിന്നു. എന്നിട്ട് ഇത്തിരി കഴിഞ്ഞ് എന്നോട് പറഞ്ഞു, 6 വർഷമായി തമ്പുരാൻ്റെ മുമ്പിൽ നിരന്തരം ഒരു കാര്യം പ്രാർത്ഥിക്കുന്ന ഒരു സ്ത്രീയാണ് ഞാനച്ഛാ. എൻ്റെ കാര്യമില്ല, എൻ്റെ ഭർത്താവിന് വേണ്ടിയിട്ടാണ്. ഭർത്താവിൻ്റെ രോഗം മാറിക്കിട്ടാനായിട്ട് 6 വർഷമായി ഞാൻ പ്രാർത്ഥിക്കുന്നതാണ്.
പക്ഷേ അത് മാറുന്നില്ല എന്ന് മാത്രമല്ല, അത് ഒന്നിനോടൊന്ന് കൂടി വരികയും ചെയ്യാം. അതുകൊണ്ട് ഇനി ഞാൻ ദൈവത്തോട് പറഞ്ഞു, ഇനി ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് ദേവാലയത്തിൻ്റെ പടി കയറില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പടിയിറങ്ങുക. ഞാൻ പ്രാർത്ഥന അവസാനിപ്പിച്ചാ, ഞാൻ പ്രാർത്ഥന നിർത്തി. ഇത്രയും പറഞ്ഞിട്ട് ആ സഹോദരി പോകാനിറങ്ങിയപ്പോൾ ഞാൻ ആ സഹോദരി ആശ്വസിപ്പിച്ച് പറഞ്ഞയച്ചു. പിന്നീട് ഈ സഹോദരി പറഞ്ഞ വാക്കുകൾ എൻ്റെ ചിന്തയ്ക്ക് വിഷയമായി. 6 വർഷമായി പ്രാർത്ഥിക്കുന്നു ഒരു രോഗസൗഖ്യത്തിന് വേണ്ടിയിട്ടാണ്. ഇത് മാറുന്നില്ല എന്ന് മാത്രമല്ല, ആ പ്രാർത്ഥന കൊണ്ടൊരു ഫലവുമില്ല എന്ന ആ സഹോദരിക്കൊരു ബോധ്യം വന്നിരിക്കുന്നു. പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല എന്നൊരു ബോധ്യം വന്നിരിക്കുന്നു. അത് പലരോടും പറയുന്നു. അത് കേൾക്കുന്നവരിലും പ്രാർത്ഥനയോടുള്ള ഒരു താല്പര്യം അല്ല, പ്രാർത്ഥനയോടുള്ളൊരു വിശ്വാസം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അതുകൊണ്ട് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല എന്നൊരവസ്ഥയിലേക്ക് ഈ സഹോദരിയും കുടുംബം എത്തിച്ചേർന്നിരിക്കുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഞാൻ പ്രാർത്ഥനയെക്കുറിച്ച് പഠിക്കാനിട വന്നത്. പ്രിയപ്പെട്ടവരെ, ബൈബിളിലെ പ്രാർത്ഥനയുടെയും അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായ പ്രാർത്ഥനയുടെ ദൈവശാസ്ത്ര ചിന്തകളിലേക്കൊന്നും ഈ ഒരു സായാഹ്ന ചിന്തയിൽ നമ്മൾ വരില്ല. അത് പിന്നീട് അടുത്ത എപ്പിസോഡിലൊക്കെ നമ്മൾ ആഴത്തിൽ പ്രാർത്ഥനയെക്കുറിച്ച് പഠിക്കും. ഇപ്പോൾ പ്രാർത്ഥനയെക്കുറിച്ചുള്ള അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ മാത്രം പങ്കുവെച്ച് നമ്മൾ പ്രാർത്ഥിച്ച് ഇന്നത്തെ ഈ ശുശ്രൂഷ നമ്മൾ അവസാനിപ്പിക്കുക. അതിനടിസ്ഥാനപരമായി അച്ഛൻ തിരഞ്ഞെടുത്തിരിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 5 മുതലുള്ള 4 വാക്യങ്ങളാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം: നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടനാട്യക്കാരെ പോലെ ആകരുത്. സിനഗോഗുകളിലും തെരുവിലെ കോണുകളിലും നിന്ന് പ്രാർത്ഥിക്കാനാണ് അവർ ഇഷ്ടപ്പെടുന്നത്. അവിടെ പ്രതിഫലം അവർക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതാണ് 5-ാം വാക്യം. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടനാട്യക്കാരെ പോലെ ആകരുത് എന്ന് കർത്താവ് പഠിപ്പിക്കുക. ഈശോ പ്രാർത്ഥനയുടെ അടിസ്ഥാനപരമായ 4 കാര്യങ്ങൾ പഠിപ്പിച്ചിട്ട് ലോകത്തിലെ ഏറ്റവും ശക്തമായ പ്രാർത്ഥന, സ്വർഗവും ഭൂമിയും സന്ധിക്കുന്ന ഒരുമിക്കുന്ന പ്രാർത്ഥനയുടെ എല്ലാ ഘടകങ്ങളും കൂട്ടിച്ചേർത്തിട്ടുള്ള വളരെ മനോഹരമായൊരു പ്രാർത്ഥന പഠിപ്പിക്കുകയാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥന. ഈശോ ഈ പ്രാർത്ഥന പഠിപ്പിക്കുന്നതിന് മുമ്പ് അതിനുള്ള ഒരുക്കം, പ്രിപ്പറേഷൻ നടത്തുകയാണ്. അപ്പം കർത്താവ് പറയുന്നു, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അടിസ്ഥാനപരമായ 4 ഗുണഗണങ്ങൾ ഉണ്ടാവണമെന്ന് കർത്താവ് പഠിപ്പിക്കുക. അതിൽ ഒന്നാമത്തതാണ് 5-ാം വാക്യം. അച്ഛനത് ആവർത്തിച്ചു: നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടനാട്യക്കാരെ പോലെ ആകരുത്. ഈ കപടനാട്യക്കാരെന്താ ചെയ്യുക? അവർ പ്രാർത്ഥിക്കുന്ന സ്ഥലം 1 സിനഗോഗ്, 2 തെരുവിലെ കോണുകൾ. അവിടെ നിന്നുകൊണ്ട് അവർ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് കർത്താവ് സാക്ഷ്യം പറയുന്നു. അപ്പോൾ അത് അവർ പ്രാർത്ഥിക്കുന്നത് മറ്റു ജനം കാണണം. ആ പ്രാർത്ഥനയുടെ ലക്ഷ്യം അതാണ്. സിനഗോഗുകളിൽ നമുക്കറിയാം, യഹൂദരുടെ പ്രാർത്ഥനാ കേന്ദ്രമാണ് സിനഗോഗുകൾ. ആ സിനഗോഗുകളിൽ അവർ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ സിനഗോഗുകളിൽ വരുന്ന എല്ലാവരും കാണുന്നു, ഇതാ പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ. ആ മനുഷ്യൻ ദൈവമായിട്ട് നല്ല അടുത്ത ബന്ധമാണ്, അതുകൊണ്ട് ഇതുപോലെ പ്രാർത്ഥിക്കുന്നത് കണ്ടോ. തെരുവിലെ കോണിൽ നിന്ന് ആ മനുഷ്യൻ പ്രാർത്ഥിക്കുമ്പോൾ കാണുന്നൊരു വിചാരിക്കും, ദൈവമായിട്ട് അടുത്ത ബന്ധമുള്ളൊരു മനുഷ്യൻ. നോക്കുക, ഈ തെരുവിൽ നിന്ന് പോലും അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് ആ പ്രാർത്ഥിക്കുന്ന കപടനാട്യക്കാരനായ ഒരു മനുഷ്യൻ്റെ ആഗ്രഹം മറ്റുള്ളവർക്ക് ചില ബോധ്യം കൊടുക്കുക. എന്താ ബോധ്യം? ഞാൻ ദൈവവുമായിട്ടുള്ള അടുത്ത ബന്ധത്തിലുള്ള വ്യക്തിയാണ്, എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് മറ്റുള്ളവരിൽ പ്രശംസ വരുത്താൻ തക്ക വിധത്തിലുള്ള ഒരു പ്രവൃത്തിയായിട്ട് പ്രാർത്ഥനയെ മാറ്റുന്നു. അതാണ് കപടനാട്യം എന്ന് പറയുക. നാട്യം എന്ന് പറഞ്ഞാൽ അഭിനയമാണ്. ഇത് ശരിയായ അഭിനയമല്ല, കപട അഭിനയമാണ്. എന്ന് വെച്ചാൽ ലക്ഷ്യത്തിന് വേണ്ടിയല്ല, മറ്റൊരു കാര്യത്തിന് വേണ്ടി ചെയ്യുകയാണ്. അതുകൊണ്ട് ഒന്നാമത്തെ അടിസ്ഥാനപരമായ ഭാവം കപടനാട്യക്കാരെ പോലെ ആകരുത് എന്നതാണ്. കർത്താവ് പറയുന്നു, രണ്ടാമത്തെ പ്രാർത്ഥനയുടെ അടിസ്ഥാനപരമായ ഭാവം അത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് ചെയ്യണം? നിങ്ങൾ മുറിയിൽ പ്രവേശിച്ച് വാതിലുകൾ അടച്ച് രഹസ്യത്തിൽ നിങ്ങളുടെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യങ്ങൾ അറിയുന്ന ദൈവം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് പ്രതിഫലം നൽകും. അപ്പം പ്രാർത്ഥനയുടെ രണ്ടാമത്തെ അടിസ്ഥാനപരമായ ഭാവം നിങ്ങൾ രഹസ്യത്തിൽ പ്രാർത്ഥിക്കണം എന്നതാണ്. എന്ന് വെച്ചാൽ എല്ലാ പ്രാർത്ഥനയും രഹസ്യ പ്രാർത്ഥനയായിരിക്കണം. മറ്റാരും കാണാതെ മുറിക്കുള്ളിൽ കയറിയിരുന്ന് വാതിലടച്ച് പ്രാർത്ഥിക്കണം എന്നുള്ള വാച്യാർത്ഥ്യമായിട്ട് മാത്രം അതിനെ ചുരുക്കരുത്. ഇവിടെ മുറിയിൽ കടന്ന് രഹസ്യത്തിൽ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
വാതിലുകൾ അടച്ച് രഹസ്യത്തിൽ പ്രാർത്ഥിക്കുക. രഹസ്യങ്ങൾ അറിയുന്ന ദൈവം നിങ്ങൾക്ക് പ്രതിഫലം നൽകും എന്ന് പറയുമ്പോൾ ഈ പ്രാർത്ഥനയിൽ നീയും നിൻ്റെ ദൈവവും തമ്മിലുള്ള അടിസ്ഥാനപരമായ ബന്ധമാണ്. ഇവിടെ ഒരു മുറിയും അതിൻ്റെ വാതിലുകളിലും എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഹൃദയവും ഈ ലോക ജാലകങ്ങളുമായിട്ട് അതിനെ കണക്കാക്കണം. ഏകാഗ്രതയോടും ശ്രദ്ധയോടും കൂടി മറ്റു വ്യാപാരങ്ങളൊക്കെ അവസാനിപ്പിച്ച് നീയും നിൻ്റെ ദൈവവും തമ്മിലുള്ള പ്രാർത്ഥനയായിരിക്കണം. അതാണ് മുറിയിൽ കടന്നുള്ള രഹസ്യത്തിലുള്ള പ്രാർത്ഥന എന്ന് പറയുക. അപ്പോൾ രണ്ടാമത്തെ അടിസ്ഥാനപരമായ ഭാവം അതാണ്. വീണ്ടും മൂന്നാമത്തെ വചനം പറയുന്നത് അത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 7-ാമത്തെ വാക്യം. 7-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അമിത ഭാഷണം ചെയ്യരുത്, വിജാതിയരെ പോലെ അമിത ഭാഷണം ചെയ്യരുത് എന്നാണ് മൂന്നാമത്തെ അടിസ്ഥാനപരമായ ഭാവം പറയുക. ചിലരൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ അച്ഛൻ പരിഭവം പറയുന്നതല്ല, ചിലരൊക്കെ സ്വയം പ്രേരിത പ്രാർത്ഥന ചെല്ലുമ്പോൾ എന്താ പ്രാർത്ഥിക്കുന്നതെന്ന് അവർക്കും അറിയില്ല, അത് കേൾക്കുന്ന വ്യക്തിക്ക് മനസ്സിലാകുന്നില്ല, അത് കേൾക്കുന്ന ദൈവത്തിന് മനസ്സിലാകുന്നുണ്ടോ എന്ന് അറിയാൻ പാടില്ല. ആ രീതിയിലാണ് ചില പ്രാർത്ഥന. പിതാവായ ദൈവമേ എന്ന് വിളിച്ച് പ്രാർത്ഥന തുടങ്ങുമ്പോൾ ഇത്ര കഴിയുമ്പോൾ അത് പുത്രനായ ദൈവമാകുന്നു, കുറച്ച് കഴിയുമ്പോൾ അന്തോനിസ് പുണ്യവാളനോടാകുന്നു, ഇത്ര കഴിയുമ്പോൾ മാതാവിനോടാകുന്നു. ആരോട് പ്രാർത്ഥിക്കുന്നു, എന്തു പ്രാർത്ഥിക്കുന്നു, എങ്ങനെ പ്രാർത്ഥിക്കുന്നു എന്നൊന്നും ഒരു രൂപവും ഇല്ലാതെ കുറേ വാക്കുകളും കുറേ ആശയങ്ങളും പറഞ്ഞ് അവസാനിപ്പിക്കുക, ദീർഘമായിട്ടത് പറഞ്ഞുകൊണ്ടിരിക്കുക. അമിത ഭാഷണം. അതുമാത്രമല്ല ഇങ്ങനെ നിർത്താതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അമിത ഭാഷണം ചെയ്യരുത് എന്ന് പറയുക. അത് വിജാതിയരെ പോലെ എന്ന് ഉദാഹരണം പറയുന്നുണ്ട്. വിജാതിയുടെ പ്രത്യേകത ദൈവം ആരാണെന്നോ എന്താണെന്നോ എങ്ങനെ പ്രാർത്ഥിക്കണമെന്നോ അറിയാൻ പാടില്ലാത്തവരാണ് വിജാതിയർ. അതുകൊണ്ട് അവരെന്തൊക്കെയാണ് പറയുന്നത് നമുക്ക് അറിയാൻ പാടില്ല. അതുകൊണ്ട് വിജാതിയരെ പോലെ അമിത ഭാഷണം ചെയ്യരുത്. ഇപ്പം 3 അടിസ്ഥാനപരമായ കാര്യങ്ങളായി. 1, കപടനാട്യക്കാരെ പോലെ ആവരുത് പ്രാർത്ഥിക്കുമ്പോൾ. 2, രഹസ്യത്തിൽ പ്രാർത്ഥിക്കുക. 3, അമിത ഭാഷണം ചെയ്യരുത്. 4-ാമത്തെ അടിസ്ഥാനപരമായ കാര്യമാണ് നമ്മൾ ഏറ്റവും ആഴത്തിൽ ധ്യാനിക്കേണ്ട ഒരു വചനം. നിങ്ങൾ ആവശ്യപ്പെടുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യം എന്തെന്ന് നിങ്ങളുടെ പിതാവിനറിയാം. നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യം എന്തെന്ന് നിങ്ങളുടെ പിതാവിനറിയാം. അതാണ് 8-ാമത്തെ വാക്യം. എന്ന് പറയപ്പെട്ടവർ, അങ്ങനെയെങ്കിൽ നമ്മൾ എന്തിനു പ്രാർത്ഥിക്കണം? നമ്മുടെ ആവശ്യങ്ങൾ എന്താണെന്ന് പിതാവിനറിയാം, ദൈവത്തിനറിയാം. അത് വേണ്ട സമയത്ത് പിതാവ് നമുക്ക് നൽകും. അങ്ങനെയെങ്കിൽ പ്രാർത്ഥനയുടെ ആവശ്യം എന്താണ്? നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കേണ്ടതുണ്ടോ? ഈ 4 അടിസ്ഥാനപരമായ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുവാൻ എന്ന് പറഞ്ഞുകൊണ്ട് യേശു ഏറ്റവും മനോഹരമായ പ്രാർത്ഥന, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥന പഠിപ്പിക്കുക. അതുകൊണ്ട് ഈ 4 കാര്യങ്ങളെ അല്പം കൂടെ ആഴത്ത് നമുക്ക് ധ്യാനിക്കാം. എന്ന് പറയപ്പെട്ടവരെ, പ്രാർത്ഥനയുടെ അടിസ്ഥാനപരമായ ഭാവം എന്താ? വചനം പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടനാട്യക്കാരെ പോലെ ആവരുത്. സിനഗോഗുകളിലോ തെരുവിലോ കോണിലോ നിന്നുകൊണ്ട് മറ്റുള്ളവരെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥന നടത്തുന്നു. അങ്ങനെ ആവരുത്. അപ്പോൾ പ്രാർത്ഥനയുടെ അടിസ്ഥാനപരമായ ഒരു കാര്യം അതിതാണ്, നീയും നിൻ്റെ ദൈവവും തമ്മിലുള്ള ബന്ധത്തെ ആശ്രയിച്ചാണ് പ്രാർത്ഥനയിരിക്കുക. ഞാൻ ഓർമ്മിക്കുന്നു, കഴിഞ്ഞ ദിവസം മദർ ഹോം ധ്യാനകേന്ദ്രത്തിന് മുറ്റത്ത് സന്ധ്യാവേളയിൽ പ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങി നിൽക്കുമ്പോൾ നല്ലോണം മദ്യപിച്ച ഒരു ചെറുപ്പക്കാരൻ വന്നിരിക്കുക. ആ ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, അച്ഛാ ഞാനിങ്ങോട്ട് വന്നു. ഞാൻ പറഞ്ഞു, എന്തിനാ വന്നേ? എന്തിനാ വന്നെന്ന് ചോദിച്ചാൽ ഞാനിങ്ങോട്ട് വന്നു. ഞാൻ പറഞ്ഞു, അങ്ങനെ വരാൻ പാടുണ്ടോ? നിങ്ങൾ എവിടുന്നാണ് വരുന്നത്? അപ്പം ഞാൻ അവിടെ നിൽക്കുമ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു, നീ മദർ ഹോമിലേക്ക് പൊക്കോ, അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നു. ഞാൻ പറഞ്ഞു, അങ്ങനെ പറ്റില്ലല്ലോ ചേട്ടൻ, ഒരു ധ്യാനത്തിന് വന്നാൽ മനസ്സിലാക്കാം ധ്യാനത്തിന് വന്നതാണ്, അല്ലെങ്കിൽ ശുശ്രൂഷയ്ക്ക് വന്നാൽ മനസ്സിലാക്കാം ശുശ്രൂഷയ്ക്ക് വന്നതാണ്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സഹായത്തിന് വന്നതാണെങ്കിൽ, അല്ലെങ്കിൽ കൗൺസിലിങ്ങിന് വന്നതാണെങ്കിൽ, അല്ലെങ്കിൽ ഒന്ന് പ്രാർത്ഥിപ്പിക്കാൻ വന്നതാണെങ്കിൽ അതിന് വന്നതാണെന്ന് മനസ്സിലാക്കാം. ഇതിപ്പോൾ ചേട്ടൻ പറയും ഞാനിങ്ങോട്ട് വന്നു. ഞാൻ ചോദിച്ചു, എന്തിനാ വന്നേ? അച്ഛൻ എന്നോട് അങ്ങനെ ചോദിക്കണം, ഞാനിങ്ങോട്ട് വന്നു. ഞാൻ പറഞ്ഞു, അങ്ങനെ പറ്റില്ല. അങ്ങനെ എപ്പോഴും ആർക്കും അങ്ങനെ വരാൻ പറ്റുന്നൊരു സ്ഥലമല്ലല്ലോ. ആര് വന്നാലും എന്തെങ്കിലും ആവശ്യമായിട്ടാണ് വരേണ്ടത്. അതുകൊണ്ട് ചേട്ടാ വന്നു, നല്ല കാര്യം തന്നെ. എന്നാൽ പിന്നെ പൊക്കോ. ഞാൻ പറഞ്ഞു, പൊക്കോ.
അപ്പം ചേട്ടനോട് ചോദിച്ചു പോണോ? ഞാൻ പറഞ്ഞു പോകണം. നല്ലോണം മദ്യപിച്ച മനുഷ്യനാണ്. പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തിൻ്റെ ആ മട്ടും ഭാവമെല്ലാം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അത്താഴമെല്ലാം കഴിച്ച് ഇവിടെ വിശ്രമിക്കാനുള്ള ഒരു പദ്ധതിയിലാണ് ആൾ വന്നിരിക്കുന്നത്. പക്ഷെ നല്ലോണം മദ്യപിച്ച ഒരു മനുഷ്യൻ ഒരു ലക്ഷ്യമില്ലാതെ വന്നപ്പോൾ അദ്ദേഹത്തെ ഇവിടെ കിടത്തി ഉറക്കിയാൽ എന്താവുമെന്ന് എനിക്കൊരു വ്യാകുലതയുള്ളതുകൊണ്ട് ഞാൻ സമ്മതിച്ചില്ല. ഞാൻ പറഞ്ഞു, ചേട്ടൻ പൊക്കോ, പോയിട്ട് ചേട്ടൻ ധ്യാനത്തിന് വാ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കാര്യത്തിനാണെങ്കിൽ ആവശ്യത്തിന് വാ, ചേട്ടൻ പോയിക്കോ. അപ്പം ചേട്ടനോട് ചോദിച്ചു പോകണോ? ഞാൻ പറഞ്ഞു പൊക്കോ. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, അങ്ങനെയെങ്കിൽ എനിക്കൊരു 30 രൂപ താ, ഓട്ടോറിക്ഷയ്ക്കുള്ള കാശ്. എൻ്റെ ശരീരഭാഷയും എൻ്റെ സംസാര രീതിയും അദ്ദേഹത്തിന് നല്ലോണം ബോധ്യമായി. അത് കിട്ടിയല്ല എന്ന് അദ്ദേഹത്തിന് നല്ല ഉറപ്പാണ്. കാരണം ഇങ്ങനെ മദ്യപിച്ച് വരുന്ന വ്യക്തികളുമായിട്ട് ഞാൻ അങ്ങനെ സ്നേഹത്തിൽ നിൽക്കുന്ന ഒരാളല്ല, സഹായം കൊടുക്കാറില്ല. അപ്പോൾ എൻ്റെ അവതരണ ശൈലിയെല്ലാം കണ്ടപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയാൽ നല്ല ഉറപ്പായി. എങ്കിലും അദ്ദേഹം വെറുതെ ഒന്ന് ചോദിച്ചു നോക്കി, ഒരു 30 രൂപ ഓട്ടോറിക്ഷയ്ക്കുള്ള കാശ് താ. അപ്പം ഞാനിങ്ങനെ മനസ്സുകൊണ്ട് ചിന്തിച്ചു, ദൈവമേ, ഈ 30 രൂപ കൊടുക്കുകയാണെങ്കിൽ ഇദ്ദേഹം പോയി കിട്ടുമല്ലോ, പിന്നെ നമുക്ക് ബുദ്ധിമുട്ടാവില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഓഫീസിലെ സ്റ്റാഫിനോട് പറഞ്ഞു, ഒരു 30 രൂപ താ, ഞാൻ ഇദ്ദേഹത്തിന് കൊടുക്കട്ടെ. അപ്പോൾ അദ്ദേഹത്തിന് പ്രതീക്ഷയായി, ഞാൻ ചോദിച്ചത് തരും, അദ്ദേഹം ചോദിച്ച് ഞാൻ തരും എന്ന് പ്രതീക്ഷയായപ്പോൾ അദ്ദേഹം ഉടനെ ഒച്ചത്തിൽ വിളിച്ച് പറഞ്ഞു, എന്നാൽ ഒരു 50 രൂപ താ. ഞാൻ അദ്ദേഹത്തിന് അതിൻ്റെ നടുക്കുള്ള ഒരു 40 രൂപ കൊടുത്തു. എന്നിട്ട് അദ്ദേഹത്തെ പറഞ്ഞയച്ചു. അന്ന് വൈകുന്നേരം ഞാൻ ഈ മനുഷ്യനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചു. അദ്ദേഹം KKPP പ്രിൻസിപ്പിൾ ഉപയോഗിച്ചതാണ്. കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി. ഏതായാലും ഇവിടം വരെ അദ്ദേഹം വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി അന്ന് മദർ ഹോമിൽ അദ്ദേഹത്തെ താമസിപ്പിക്കാനായിട്ട് സമ്മതിക്കുകയില്ല. അങ്ങനെ അങ്ങ് തിരിച്ചു പോകാതെ പറ്റില്ല. അപ്പോൾ ഒരു 30 രൂപ കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ എന്ന് വിചാരിച്ച് അദ്ദേഹം ചോദിച്ചതാണ്. അപ്പം കിട്ടുമെന്നായപ്പോൾ അദ്ദേഹത്തിന് 30 പോരാ, 50 രൂപ വേണം. അപ്പം ഏതായാലും ഉള്ളത് കൊടുത്ത് അദ്ദേഹത്തെ പറഞ്ഞയച്ചു. പക്ഷേ ഇവിടെ പ്രിയപ്പെട്ടവരെ, അച്ഛനിത് പറയാൻ കാരണം ഒരു ചിന്തയിലേക്ക് നിങ്ങൾ എത്തിക്കാനാണ്. അതെന്തെന്നറിയാമോ? ഇവിടെ ആ മനുഷ്യൻ എന്നോട് 30 രൂപ ചോദിക്കുമ്പോൾ ഞാനും ആ മനുഷ്യൻ തമ്മിൽ ഒരു ബന്ധവും ഇല്ല. ആ മനുഷ്യൻ എന്നെ കണ്ടിട്ടില്ല, ഞാൻ ആ മനുഷ്യനെയും കണ്ടിട്ടില്ല. അദ്ദേഹവുമായിട്ട് മുമ്പ് ഒരു വ്യക്തിപരമായ ബന്ധവും ഇല്ല, മുമ്പും ഇല്ല, ഇപ്പോഴും ഇല്ല. അങ്ങനെയുള്ളൊരു പശ്ചാത്തലത്തിലാണ് അദ്ദേഹം എന്നോട് 30 രൂപ ചോദിക്കുന്നത്. അപ്പം ഞാൻ അദ്ദേഹത്തിന് കൊടുക്കണോ വേണ്ടയോ എന്നതല്ല വിഷയം, മറിച്ച് അദ്ദേഹം അത് അർഹിക്കുന്നില്ല. ആ 30 രൂപയ്ക്ക് അദ്ദേഹം അത് അർഹിക്കുന്ന ഒരാളല്ല. പക്ഷേ അദ്ദേഹത്തിന് 30 രൂപ കൊടുക്കുമ്പോൾ അതിൻ്റെ സ്വഭാവത്തിൻ്റെ പ്രത്യേകത കൊണ്ട് അദ്ദേഹത്തിന് കിട്ടിയാൽ കിട്ടി എന്നതേ ഉള്ളൂ. വിശുദ്ധ കുർബാനയിലൊരു പ്രാർത്ഥനയുണ്ടല്ലോ, അവിടുത്തെ സ്വഭാവത്തിനൊത്ത് വേണം ഞങ്ങളോട് കരുണ തോന്നണമേ എന്നുള്ള പ്രാർത്ഥനയുണ്ടല്ലോ. അതുകൊണ്ട് എൻ്റെ സ്വഭാവത്തിൻ്റെ പ്രത്യേകത കൊണ്ട് അദ്ദേഹത്തിന് ആ 30 രൂപ അല്ലെ 40 രൂപ കിട്ടി, അദ്ദേഹത്തിന് മെറിറ്റ് കൊണ്ടല്ല. പ്രിയപ്പെട്ട, ഇത് പ്രാർത്ഥനയുമായിട്ടൊന്ന് കൂട്ടിച്ചേർത്ത് നോക്കാം. നമ്മുടെ പ്രാർത്ഥന പലപ്പോഴും ഈ രീതിയിലാണ്. നമ്മൾ ചോദിക്കുന്നു, പലർക്കും ദൈവവുമായിട്ടുള്ള ഒരു ബന്ധവും പലപ്പോഴും ഇല്ല. ദൈവവുമായിട്ട് ഒരു സ്നേഹബന്ധമോ വ്യക്തിപരമായൊരു ബന്ധമോ അടുപ്പമോ ഒന്നും ഇല്ലാത്ത വ്യക്തിയും പ്രാർത്ഥിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടത് ഈ മദ്യപാനിയായ മനുഷ്യൻ ചോദിക്കുന്ന പോലെ ഒരു 30 രൂപ അല്ല 50 രൂപ. അത് ആരോട് ചോദിക്കുന്നു, ആ വ്യക്തിയായിട്ടുള്ള ബന്ധം എന്നൊന്നും അദ്ദേഹത്തിന് ചിന്താവിഷയമേ അല്ല. പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് വ്യക്തിപരമായിട്ടുള്ള ബന്ധത്തെ ആശ്രയിച്ചാണ് പ്രാർത്ഥന ആഴപ്പെടുക. ഈ മദ്യപാനായ മനുഷ്യന് ഞാൻ തമ്മിൽ ഒരു ബന്ധവും ഇല്ല. അദ്ദേഹമെങ്കിലും പണം ആവശ്യപ്പെടുന്നു, ഞാനത് കൊടുക്കുന്നു. അത് ബന്ധത്തെ ആശ്രയിച്ചല്ല, എൻ്റെ സ്വഭാവത്തെയോ എന്നോടൊപ്പം നിൽക്കുന്നവരുടെ സ്വഭാവത്തെ ആശ്രയിച്ച് അദ്ദേഹത്തിന് കിട്ടിയാൽ അദ്ദേഹത്തിന് ബാക്കിയെന്ന് കണക്കാക്കിയാൽ മതി. നമ്മുടെ പലരുടെയും പ്രാർത്ഥന ഇതുപോലെ തന്നെയാണ്. ദൈവവുമായിട്ടുള്ള ബന്ധം എന്തൊന്നും നമുക്ക് വിഷയമല്ല. എത്രമാത്രം ആഴപ്പെട്ട ബന്ധമാണ് എന്നത് നമുക്കൊരു വിഷയമല്ല. ദൈവവുമായിട്ടുള്ള എൻ്റെ അടുപ്പം എങ്ങനെയെന്നത് വിഷയമല്ല. നമ്മുടെ കാര്യങ്ങൾ ദൈവത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്നു, അത് പ്രാർത്ഥന. അത് സാധിച്ച് കിട്ടാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. അത് സാധിച്ച് കിട്ടുന്നില്ല, നമ്മൾ സങ്കടപ്പെട്ട് അല്ലെ പിണങ്ങി അവസാനിപ്പിച്ച് നമ്മൾ പോകുന്നു. അതുകൊണ്ട് പ്രാർത്ഥനയുടെ ഒന്നാമത്തെ ഭാവം കപടനാട്യക്കാരെ പോലെ ആകരുതെന്ന് ക്രിസ്തു നമ്മളെ പഠിപ്പിക്കുമ്പോൾ ക്രിസ്തുവായിട്ടുള്ള അടിസ്ഥാനപരമായ ബന്ധം, എ പേഴ്സണൽ ഡീപ്പ് റിലേഷൻഷിപ്പ് വിത്ത് ജീസസ്, യേശുവായിട്ടുള്ള ഏറ്റവും ഹൃദയത്തിൻ്റെ ആഴത്തിലുള്ള ബന്ധത്തെ ആശ്രയിച്ചാണ് എപ്പോഴും പ്രാർത്ഥന നിൽക്കുക. ഇല്ലെങ്കിൽ കർത്താവ് നമ്മളോട് പറഞ്ഞ പോലെ
സിനഗോഗിലോ തെരുവിൻ്റെ മൂലയിലോ ഉള്ള വാഗ്ദോരണിയായിട്ട് പ്രാർത്ഥന മാറുന്നു. കർത്താവ് അതിന് ശേഷം പറയുന്നുണ്ട്, അവർക്ക് പ്രതിഫലം കിട്ടിക്കഴിഞ്ഞു എന്ന് പറയും. അവർക്ക് പ്രതിഫലം കിട്ടിക്കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ പ്രാർത്ഥനയാൽ തന്നെ, അവർ ചെയ്യുന്ന കാര്യങ്ങളാൽ തന്നെ അവസാനിച്ചു. ഒരു കൃപയും ദൈവത്തിന് അവർക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് പ്രാർത്ഥനയുടെ അടിസ്ഥാനപരമായ ഭാവം ഞാനും എൻ്റെ ദൈവവും തമ്മിലുള്ള വ്യക്തിപരമായ ബന്ധമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, മുമ്പ് നിങ്ങളും ഞാനും കേട്ടിട്ടുള്ള ഒരു കൊച്ചു കഥയുണ്ട്. റഷ്യയിലെ ഒരു കർഷകൻ്റെ കഥ. ആ കർഷകൻ എന്നും വയലിലേക്ക് പോകുന്ന വഴിക്ക് ദേവാലയമുണ്ട്. ദേവാലയത്തിൽ കയറി കുറേ നേരം പ്രാർത്ഥിക്കും. സന്ധ്യാവേളയിൽ ജോലി കഴിഞ്ഞ് തിരികെ വരുമ്പോൾ ആ ദേവാലയത്തിൽ കയറി കുറേ നേരം ഇരുന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ മണിക്കൂറുകൾ പ്രാർത്ഥന രാവിലെയും വൈകുന്നേരവും ഈ കർഷകനുണ്ട്. ഒരു നാൾ ഇടവക വികാരി അത്ഭുതപ്പെട്ടു. എന്താണ് ഇത്രയും പ്രാർത്ഥിക്കാനുള്ളത്? എന്താണ് ഇത്രയും പ്രാർത്ഥിക്കുന്നത്? അത് ചോദിക്കാൻ തീരുമാനമായി. അങ്ങനെ ഒരു നാൾ ഈ കർഷകൻ വയലിലേക്ക് ജോലിക്ക് പോകുമ്പോൾ ദേവാലയത്തിൽ കയറി കുറേ സമയം ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഈ ബഹുമാനപ്പെട്ട വൈദികൻ ആ കർഷകൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, ഞാൻ നിങ്ങളെ ശ്രദ്ധിക്കുകയാണ്. ഈ നാളുകളിലൊക്കെ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും നിരവധി സമയം ദേവാലയത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. എന്താണ് ഇത്രയും മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്നത്? എന്താണ് ഇത്രയും മണിക്കൂർ പ്രാർത്ഥിക്കാനുള്ളത്? അപ്പോൾ ഒന്നും അറിയാത്ത നിഷ്കളങ്ക ഹൃദയത്തോടു കൂടി ഈ കർഷകൻ ഈ അച്ഛനോട് പറയുകയാണ്, അച്ഛാ, എനിക്കങ്ങനെ ദൈവത്തിന് മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കാനൊന്നും അറിയില്ല അച്ഛാ. അപ്പോൾ അച്ഛൻ ചോദിച്ചു, അപ്പം നിങ്ങൾ എന്താ ചെയ്യുന്ന ദേവാലയത്തിൽ വന്നിട്ട്? അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈശോയെ നോക്കിയിരിക്കും, ഈശോ എന്നെ നോക്കിയിരിക്കും. ഞാൻ ഈശോയെ നോക്കിയിരിക്കും, ഈശോ എന്നെ നോക്കിയിരിക്കും. അദ്ദേഹം വേറെ ഒന്നും ചെയ്യാറില്ല. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന അതാണ്, ഈശോയെ നോക്കിയിരിക്കുക, ഈശോ നോക്കിയിരിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊരു വചനം കണ്ടല്ലോ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അമിത ഭാഷണം ചെയ്യരുത്. അപ്പോൾ പ്രാർത്ഥനയുടെ അടിസ്ഥാനപരമായ ഭാവം നമുക്ക് ദൈവത്തോടുള്ള ബന്ധമാണ്, അടിസ്ഥാനപരമായ ബന്ധമാണ്. അങ്ങനെ അടിസ്ഥാനപരമായി ക്രിസ്തുവുമായിട്ട് ദൈവമായിട്ട് ആഴമായ ബന്ധമുള്ളൊരു വ്യക്തിയുടെ പ്രാർത്ഥന ഒന്നാമതായി അത് ഫലവത്തായിരിക്കും. ഇനി രണ്ടാമത്തെ അടിസ്ഥാനപരമായ ഭാവം ദൈവത്തോട് ഏകാഗ്രമായി പ്രാർത്ഥിക്കുക. ഉള്ളിൽ കടന്ന് വാതിലുകൾ അടച്ച് രഹസ്യങ്ങൾ അറിയുന്ന ദൈവത്തോട് നീ പ്രാർത്ഥിക്കുക. ഇവിടെ ഉള്ളിൽ കടന്ന് വാതിലുകൾ അടച്ച് അതെന്താ? ഈ ലോകത്തിൻ്റെ തിരക്കുകളിൽ നിന്ന് മാറി, ഈ ലോകത്തിൻ്റെ ബഹളങ്ങളിൽ നിന്ന് മാറി, ഈ ലോകത്തിൻ്റെ അസ്വസ്ഥതകളിൽ നിന്ന് മാറി നീ തനിച്ചും നിൻ്റെ ദൈവത്തോടൊത്തായിരിക്കണം. അതിന് മറ്റാരും കൂട്ടേണ്ടതില്ല. നീയും ക്രിസ്തുവും തമ്മിലുള്ള ബന്ധം. പ്രാർത്ഥനയിൽ ഇതിൻ്റെ ഇടയിൽ ആരും വരാൻ പാടില്ല. ഏകാഗ്രതയോടെ ആയിരിക്കണം. അത് മറ്റാരെയും കാണിക്കാനായിട്ടല്ല, മറ്റുള്ളവരാരെയും ബോധ്യപ്പെടുത്താനും വേണ്ടിയിട്ടുള്ളതല്ല. നീ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സുഹൃത്തിനോടൊത്ത് നിങ്ങളിരുന്ന് സംസാരിക്കുമ്പോൾ മറ്റാരെങ്കിലും കടന്നു വന്നാൽ നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ആയിട്ട് ചിലപ്പോൾ മാറാറുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതിൽ വ്യാഖ്യാർത്ഥം വിട്ടിട്ട് അല്പം കൂടെ ആഴത്തിലേക്ക് പ്രവേശിച്ചാൽ ആ മുറി നിൻ്റെ ഹൃദയമാണ്. ആ വാതിലുകളും ജനാലകളും എന്ന് പറയുന്നത് ഈ ലോകത്തിലേക്ക് തുറന്നു വെച്ച പഞ്ചേന്ദ്രിയങ്ങളാണ്. ഇവയെല്ലാം നിയന്ത്രിച്ച് ആത്മാവിൽ ദൈവത്തോടൊത്തായിരിക്കുക. അതാണ് പ്രാർത്ഥനയുടെ രണ്ടാമത്തെ ഭാവം. തുടർന്ന് വരുന്ന എപ്പിസോഡുകളിൽ നമുക്ക് പ്രാർത്ഥനയുടെ വ്യത്യസ്തങ്ങളായ അടിസ്ഥാന ഭാവങ്ങളും വ്യത്യസ്തങ്ങളായ രീതികളുള്ള പ്രാർത്ഥനകളും പ്രാർത്ഥന വഴി സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ആഴത്തിൽ പഠിക്കാൻ നമുക്ക് ശ്രമിക്കാം. കണ്ണുകളടയ്ക്കാം. തമ്പുരാൻ്റെ തിരുസന്നിധിയിൽ നമ്മളെ തന്നെ പരിപൂർണമായി സമർപ്പിക്കാം. രഹസ്യങ്ങൾ അറിയുന്ന ദൈവം, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും അറിയുന്ന ദൈവം. മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം, നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾ പിതാവായ ദൈവം അറിയുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരാണെന്നും നമ്മുടെ സാഹചര്യങ്ങൾ എന്താണെന്നും നമ്മുടെ അവസ്ഥകൾ എന്താണെന്നും ഇപ്പോൾ നമ്മളായിരിക്കുന്ന ജീവിത മേഖലകൾ എന്താണെന്നും നമ്മുടെ വൈകാരിക, മാനസിക, ശാരീരിക അവസ്ഥകളും ഭാവങ്ങളും എന്താണെന്നൊക്കെ അറിയുന്ന ക്രിസ്തു നിൻ്റെ മുമ്പിലുണ്ട്. നമ്മൾ ഒരുമിച്ചാണ്. ആ തമ്പുരാൻ്റെ മുമ്പിൽ എളിമയോടെ നമുക്കായിരിക്കാം. മനസ്സറിയുന്ന ദൈവമേ, ജീവിതം അറിയുന്ന ദൈവമേ,
ഞങ്ങളുടെ സങ്കടങ്ങളും വേദനകളും ബുദ്ധിമുട്ടുകളും അറിയുന്ന ദൈവമേ, നിൻ്റെ മുമ്പിൽ എളിമയോടെ ആയിരിക്കുന്നു ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ഞങ്ങളെ പഠിപ്പിക്കുന്ന ദൈവമേ, കപടനാട്യക്കാരെ പോലെ ആവാതെ അവിടുത്തെ തിരുസന്നിധിയിലെ ഏകാഗ്രതയോടുകൂടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കാനായിട്ട് അവിടുത്തെ സന്നിധിയിൽ വരുവാനായിട്ടുള്ള എന്തെങ്കിലും അയോഗ്യതകളുണ്ടെങ്കിൽ അവയെല്ലാം മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ വലിയ കൃപ ഞങ്ങളിൽ പൊതിയട്ടെ. നിൻ്റെ വലിയ അനുഗ്രഹം ഞങ്ങളിൽ ഈ നിമിഷം തന്നെ വന്നു ഭവിക്കട്ടെ. കർത്താവെ, ഞങ്ങൾ ഈ നിമിഷം അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഈ ചിന്തകളെ പ്രാർത്ഥനയായിട്ട് അങ്ങ് സ്വീകരിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങൾ അറിയുന്ന ദൈവമേ, നിൻ്റെ വലിയ കൃപ ഞങ്ങളിലേക്ക് വർഷിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരെയും തമ്പുരാൻ്റെ വലിയ കൃപയുടെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നമ്മൾ അറിയുന്ന ദൈവം നമ്മളെ കാക്കട്ടെ, നമ്മളോടൊപ്പമായിരിക്കട്ടെ. എല്ലാ നന്മകളും ഏറെ സ്നേഹത്തോടെ അച്ഛൻ ആശംസിക്കുന്നു.